വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ തടിയും മരണത്തെ രുചിക്കുന്നതാണ് എന്ന്. മനുഷ്യന്റെ തടിയാണ് മരിക്കുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ ആത്മാവ്, റൂഹ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലാഹു തആല നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 120 ദിവസം പിന്നിടുമ്പോൾ അല്ലാഹു തആല ഒരു പ്രത്യേക മലക്കിനെ പറഞ്ഞയച്ച് നമുക്ക് അല്ലാഹു തആല ഇട്ട് തരുകയാണ്, റൂഹ് ഇട്ട് തരുകയാണ്. അപ്പോഴാണ് പിന്നെ നമ്മൾ ചലിക്കുന്നതൊക്കെ. ഈ റൂഹിനെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനാണ് മരണം എന്ന് പറയാം. അപ്പൊ റൂഹ് മരിക്കുന്നില്ല, മരിക്കുന്നത് ഈ തടിയാണ്. അതാണ് അള്ളാഹു പറയുന്നത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ തടിയും മരണം രുചിക്കുന്നതാണ് എന്ന് പറയുന്നത്. ശരീരത്തിൽ അള്ളാഹു തആല തന്ന ആത്മാവിനെ അള്ളാഹു തആല എടുത്തു മാറ്റാണ്. അപ്പൊ ശരീരമാണ് മരിക്കുന്നത്, റൂഹ് മരിക്കുന്നില്ല. റൂഹ് പിന്നെ അല്ലാഹു തആല മലക്കിനെ പറഞ്ഞയച്ച് ആ റൂഹ് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയ റൂഹ്, നല്ലവരുടെ റൂഹ് ഒരു പ്രത്യേക സ്ഥലത്തും മോശക്കാരുടെ റൂഹ് വേറൊരു സ്ഥലത്തും അല്ലാഹു തആല സൂക്ഷിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ തുടർന്ന് പറഞ്ഞു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ദുനിയാവ് വഞ്ചനയുടെ ചരക്കാണ്, വഞ്ചനയുടെ ചരക്ക് മാത്രമാണ് ഈ ദുനിയാവ് എന്നാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ദുനിയാവ് അങ്ങനെയല്ലേ? എന്താ ഇപ്പൊ നമ്മുടെ ദുനിയാവിന്റെ അവസ്ഥ? ഒരു കുട്ടി അവൻ അംഗൻവാടിയിൽ പഠിക്കാൻ തുടങ്ങുന്നത് മുതൽ അവന്റെ പഠനം തുടങ്ങുകയാണ്. നീണ്ട 25 കൊല്ലം ഓൻ പഠിക്കുകയാണ്. ഓന്റെ അംഗൻവാടി പഠനം, ഓന്റെ സ്കൂൾ വിദ്യാഭ്യാസം, ഓന്റെ കോളേജ് പഠനം, ഓന്റെ പ്രൊഫഷണൽ കോഴ്സുകള്, ഇതുൾപ്പെടെ 25 കൊല്ലം പണിയെടുക്കാൻ വേണ്ടി 25 കൊല്ലം പഠിക്കുകയാണ്. 25 വയസ്സ് വരെ പഠിക്കുകയാണ്. എത്ര കൊല്ലം പണിയെടുക്കാൻ? 25 കൊല്ലം. പിന്നെ റിട്ടയർഡായില്ലേ? പിന്നെ റിട്ടയർഡായി. അപ്പൊ 25 കൊല്ലം പണിയെടുക്കാൻ വേണ്ടി 25 കൊല്ലം ഒരാള് പഠിക്കുകയാണ്. ദുനിയാവിന്റെ അവസ്ഥയാണ്. എന്നിട്ട് പിന്നെ നമ്മളെല്ലാരും പോകേണ്ടത് ഈ പള്ളിപ്പറമ്പിലേക്ക്. 1000 വർഷം ജീവിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ അവസാന ഭാഗം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൂഹ് നബിയുടെ അടുത്ത് വന്ന്, നോക്കണേ നിങ്ങൾ, 1000 വർഷം ലൈഫ് കിട്ടിയ ആളാ. ഈ നൂഹ് നബിയോട് ചോദിക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, കൈഫ വജത്ത ദുനിയ, നിങ്ങൾ ഇത്ര കാലം ജീവിച്ചിട്ട് നിങ്ങൾക്ക് ദുനിയാവ് എങ്ങനെ ഫീൽ ചെയ്തത്? അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തിന്റെ തൊട്ടു മുമ്പ് പറയാണ്, കബാബിൻ ലഹാ ദാറാനി ദഖൽതു മിൻ അഹദിഹിമ വ ഖറജ്തു മിനൽ ആഖർ. ഒരു വീട്, ആ വീടിന് ഒരു വാതില്, ആ വാതിലിലൂടെ അങ്ങോട്ട് കയറി മറ്റേ വാതിലിലൂടെ അങ്ങോട്ട് പുറത്തു പോയി. ഇതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. 1000 വർഷം ജീവിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതാവസാന കാലഘട്ടം ഈ ദുനിയാവ് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ, ഒരു വീടിന്റെ ഒരു വാതിലിലൂടെ ഇങ്ങോട്ട് കയറിയിട്ട് മറ്റേ വാതിലിലൂടെ പുറത്തിറങ്ങിയ ആ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത് എന്ന്. കാലഘട്ടം എത്ര പെട്ടെന്നാണ് മുന്നോട്ട് പോകുന്നത്! ജീവിതത്തിന്റെ അവസ്ഥകള് എത്ര പെട്ടെന്നാണ് ഘട്ടം ഘട്ടമായി മറിയുന്നത്! അപ്പൊ അദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറ, ദുന്യാവ് നല്ല മധുരമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അദ്ദുന്യാ ഹുൽവത്തുൻ ഖദിറ, ദുന്യാവ് നല്ല മധുരമുള്ളതാണ്, നല്ല പച്ചപ്പുള്ളതാണ്. അദ്ദുന്യാ ജീഫത്തുൻ, ദുന്യാവ് ഒരു ശവമാണ്. വത്വാലിബുഹാ കിലാബുൻ, അതും തേടി നടക്കുന്നത് പട്ടികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അടികൂടുകയാണ്. ഒരു ശവം കിട്ടിയാൽ വിവിധ പട്ടികൾ ആ ശവത്തിൽ നിന്ന് കൊത്തിവലിക്കാൻ വേണ്ടി അടികൂടുന്നത് പോലെ ദുന്യാവാകുന്ന ശവത്തിന്റെ മേലിൽ എല്ലാവരും കൂടി അടികൂടുകയാണ്. ജ്യേഷ്ഠനും അനിയനും അടികൂടുകയാണ്, വാപ്പയും മക്കളും അടികൂടുകയാണ്, ഉമ്മയും ആങ്ങളമാരും
അടികൂടുകയാണ്. ഈ ശവം കൊത്തിവലിക്കാൻ വേണ്ടി എല്ലാവരും അടികൂടുകയാണ്. ആ അടികൂടുന്നതിന്റെ അവസാനം അവർ കേസിലായി, അത് കോടതിയിലായി, ജയിലിലായി, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുവത്തൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് ഒരു ട്രെയിൻ ഓടുന്ന സന്ദർഭം, ആ ട്രെയിനിൽ രണ്ടുപേര് സീറ്റിന് വേണ്ടിയിട്ട് തിരക്ക് കൂടുകയാണ്, വഴക്കടിക്കുകയാണ്. ഈ തിരക്ക് കഴിയുമ്പോഴേക്ക് വണ്ടി കണ്ണൂരെത്തി, രണ്ടാളും അവിടെ ഇറങ്ങിപ്പോയി. പിന്നെ എന്തിനാ ഒരു തിരക്കാക്കിയത്? പിന്നെ എന്തിനാ ഒരു അടികൂടിയത്? കാരണം ഇത് എന്റെ സീറ്റാണെന്നാ പറഞ്ഞത്. ചെറുവത്തൂരിന്റെ മുമ്പേ അവര് ചെറുവത്തൂരിൽ നിന്നാണ് കയറിയതെങ്കിലും ചെറുവത്തൂർ എത്തുന്നതിന്റെ മുമ്പേ ആ വണ്ടിയിൽ ആ സീറ്റുണ്ട്. പക്ഷെ അടി തുടങ്ങിയത് ചെറുവത്തൂരിൽ നിന്നാണ്. കണ്ണൂർ എത്തുന്നത് വരെയാണ് അടി. കണ്ണൂരത്തേക്ക് രണ്ടാളും ഇറങ്ങി, വണ്ടി പിന്നെയും മുന്നോട്ട് പോവുകയാണ്. സീറ്റ് അവിടെ ഉണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, സീറ്റ് നമ്മൾ വേറുള്ളവർക്ക് കൊടുത്തു എന്ന്. ഒന്നും വരുമ്പോ കൊണ്ടുവരല്ല, വരുന്നതിന്റെ മുമ്പേ ഈ സാധനങ്ങളുണ്ട്. വന്നിട്ട് ഈ ശവം കൊത്തിവലിക്കാൻ വേണ്ടി നായ്ക്കൾ അടികൂടി. അങ്ങനെ ഒരു പോയിന്റിലെത്തുമ്പോൾ നായ്ക്കൾ രണ്ടുപേരും ഇറങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പഠിപ്പിക്കുന്നത്. ദുന്യാവ് ഒരു ശവമാണ്. ആ ശവം കൊത്തിവലിക്കാൻ വേണ്ടി നായ്ക്കൾ അടികൂടുകയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദുന്യാവിന്റെ അവസ്ഥ. ഇതേ സമയത്ത് ആഖിറത്തിലേക്ക് എന്തെങ്കിലും തയ്യാറാക്കിയാൽ അത് നമ്മുടെ കൂടെ ഉണ്ടാകും. ഖുർആൻ പറഞ്ഞു, അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ചോ. ഈ ദുന്യാവിന്റെ ചിന്തയൊക്കെ മാറ്റിയിട്ട് അള്ളാഹുവിലേക്ക് അങ്ങോട്ട് ലയിച്ചോ. 40 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെയും പരലോകത്തെ പറ്റി ഒരു ബോധമില്ല. ആഖിറത്തിലേക്കുള്ള അമല് ചെയ്യാൻ അവൻ തയ്യാറാകുന്നില്ല. ഇപ്പോഴും തിന്മയുമായിട്ട് നടക്കുകയാണെങ്കിൽ ഫിന്നാർ, നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആലോചിക്കാൻ നമുക്ക് സമയമായി. ഇനിയും നമ്മൾ നബിതങ്ങൾ പറഞ്ഞ ഈ ശവം കൊത്തിവലിക്കാൻ പോകുന്ന നായ്ക്കളാകരുത്. അല്ലാഹു തആല നമുക്ക് ബോധം നൽകുമാറാകട്ടെ. പരലോക ചിന്ത അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ OT അഹമ്മദ് ഹാജി അസുഖബാധിതരാണ്. അല്ലാഹു തആല അവർക്ക് ഷിഫാ നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.